السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. أفمن حق عليه كلمة العذاب أفأنت تنقذ من في النار. സൂറത്ത് സുമർ 19-ാമത്തെ വചനം. തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കുക. അല്ലാഹു തആല ഹിദായത്ത് നൽകിയവരെ സംബന്ധിച്ചും അതേപോലെ തന്നെ ബുദ്ധിമാന്മാരായ ആളുകളെ സംബന്ധിച്ചുമാണ് അല്ലാഹു തആല ആയത്തിലൂടെ നമ്മോട് പറഞ്ഞത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നു, അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബി, ശിക്ഷയുടെ വാക്യം ആരിൽ യാഥാർത്ഥ്യമായോ അവനെ സന്മാർഗത്തിലാക്കുവാൻ നബിയെ താങ്കൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആശയം. അഫമൻ ഒരുവനാണോ ഹഖ അലൈഹി അവൻ്റെ മേൽ യാഥാർത്ഥ്യമായി കലിമത്തുൽ അദാബി ശിക്ഷയുടെ വാക്യം അല്ലാഹു തആല എന്ത് ചെയ്തു? ഒരുവനെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അവനെ നേർമാർഗത്തിലാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സാധ്യമല്ല എന്നുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട് വിഷയത്തിൽ കുറച്ചുകൂടി വിശദീകരണത്തിലേക്ക്. അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഹിലാവത്ത് വെച്ചുള്ള കാര്യം പറഞ്ഞത്. ഇനി അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, അപ്പോൾ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? അഫ അന്ത, അപ്പോൾ നീയാണോ തുൻഖിദു രക്ഷപ്പെടുത്തുവൻ മൻ ഒരുവനെ ഫിന്നാർ, നരകത്തിൽ നിന്നും ഒരുവനെ രക്ഷപ്പെടുത്തുന്ന നീയാണോ? നിനക്ക് സാധിക്കുമോ? ഇല്ല, അതുമില്ല. അപ്പോൾ അതിൽ ചുരുക്കത്തെ മനസ്സിലാക്കേണ്ടത് ഇഹലോകത്തിൽ വെച്ചിട്ട് ഒരാളെ സന്മാർഗത്തിലാക്കുവാനോ നരകത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുവാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒക്കെ ആയി അവതരിപ്പിക്കപ്പെട്ട ഒരു ആയത്താണ് എന്ന് പറയപ്പെടുന്നു. അബൂ താലിബിൻ്റെ മരണം ആസന്നമായ സന്ദർഭത്തെ പറയേണ്ട ആവശ്യമില്ല ആരാണ് അബൂ താലിബ് എങ്ങനെയായിരുന്നു. അപ്പുറത്തെ അബൂജാഹിലും പാർട്ടി, ഇപ്പുറത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകരെ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി പറയണം മരണസമയത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കും. അപ്പുറത്ത് അബൂജാഹിലും പ്രമാണികളെ അപ്പുറത്ത് ഉത്തർക്കണം, പറയാൻ പാടില്ല, നമ്മൾ ഈ കാലം വരെ വാപ്പമാരുടെ മാർഗത്തിൽ ഇന്ന് അപ്പുറത്തും എന്ന് അവരും പറയാം. അങ്ങനെ എന്ത് ചെയ്തു? ഇവർ ആവർത്തിച്ചു കൊണ്ടിരുന്നു, അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും. അങ്ങനെ അവസാനം പൂർവ്വീണ വാപ്പമാരുടെ മാർഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് മരണപ്പെട്ടു പോയത്? അബൂ താലിബ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം ഒതുക്കാൻ സാധിച്ചില്ല. അവരുടെ ബന്ധം നമുക്കറിയാമല്ലോ, പറയാത്തിന് നമുക്കറിയാമല്ല ആരായിരുന്നു അബൂ താലിബ് എന്ന്. ശത്രുക്കൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാനും പുറത്തിറക്കാനും ഒരുമിച്ച് കൊല്ലാനും ഒക്കെ വേണ്ടതൊക്കെ ചെയ്യാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി ഒരുപ്പണ്ടപ്പോൾ മകനെ പ്രബോധനം നൽകുവാൻ സമ്മതം നൽകിക്കൊണ്ട് സംരക്ഷണം നൽകിക്കൊണ്ട് കാത്തു സൂക്ഷിച്ച ആളായിരുന്നുവല്ലോ ആര്? അബൂ താലിബ്. അബൂ താലിബിനെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യാഗ്രഹമായിരുന്നു. എന്തിനധികം പറയുന്നു, 3 വർഷത്തോളം ഉപരോധിച്ചു പോയി ഇവരെ. അങ്ങനെ അബൂ താലിബ് എന്ത് ചെയ്യുന്നു? ആ മലച്ചെരുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്നു. ഭക്ഷണമില്ലാതെ എന്ത് ചെയ്യുന്നു? ഈ പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് ആ അബൂ താലിബിന് രോഗം ആസന്നമായി. അങ്ങനെ മരണമാസന്നമായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ചൊല്ലിക്കൊടുക്കണം വഫാത്തായ സമയത്ത്. അപ്പോൾ ചൊല്ലിയില്ല. അബൂ താലിബ് എന്താണ് പൂർവ്വീനോ അപ്പമാർഗത്തിൽ ആ സങ്കടം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അള്ളാഹുവിനോട് എന്നോട് വിരോധിക്കാത്ത കാലത്തോളം അങ്ങേക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ഞാൻ ചെയ്യും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത്. അതേപോലത്തെ മറ്റൊരായത്ത് കൂടി നബിക്കോ സത്യവിശ്വാസികൾക്കോ മുശ്രിക്കായി കാഫിറായി മരിച്ചവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്നീ 2 ആയത്തുകൾ ആ സന്ദർഭത്തിൽ അവതരിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. ഏതായാലും ശരി, അത് ഇന്നക ലാ തഹ്ദീ ആ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇന്നക പ്രവാചകരെ താങ്കൾക്ക് സന്മാർഗത്തിലാക്കുവാൻ സാധിക്കുകയില്ല. മൻ അഹ്ബബ്ത താങ്കൾ
സ്നേഹിക്കുന്നവരെ, ഇഷ്ടപ്പെട്ടവരെ, വലാകിന്നല്ലാഹ്, പക്ഷേ അള്ളാഹുവാണ് സന്മാർഗിലാക്കുന്നത് മനുഷ്യ ഉദ്ദേശിക്കുന്നത്. പരിസ്ഥാനിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണത്, അത് മനസ്സിലാക്കുക. അള്ളാഹുവാണ് സന്മാർഗിലാക്കുന്നത്, അള്ളാഹുവാണ് എന്ത് ചെയ്യുന്നത്, സന്മാർഗത്തിൽ നിന്നും തെറ്റിച്ച് കളയുന്നത്. ഇത് രണ്ടും എങ്ങനെ ഉണ്ടാകുന്നത്? മനുഷ്യൻ്റെ പ്രവർത്തനം കാരണത്താലാണ്. അവനിവിടെ മനുഷ്യന്മാർക്ക് ഇവിടെ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ അള്ളാഹു താല എന്ത് പ്രവൃത്തി ജീവിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്, മരണം ആസന്നമാകുന്നവരെ. അവൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ തന്നെ എങ്ങനെ ആയിരിക്കുമെന്ന് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം, ഏത് മനുഷ്യനെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നല്ല നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അവനെന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലാകുന്നു. ചീത്ത പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ദുർമാർഗത്തിലുമാകുന്നു, വഴി തെറ്റിക്കുന്നു. എന്നല്ല, അങ്ങനെ വഴി തെറ്റിച്ച ഒരാൾ നേർമാതിക്കലാക്കാനും ഒരാളും സാധ്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാധ്യമല്ല. അതുകൊണ്ട് ചേറ്റി പറഞ്ഞു, നരകത്തിലുള്ള രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സമസ്തക്കാർ മൗലൂദ് ഓതുമ്പോൾ മുഞ്ചിൽ ഹലായക്ക് മിഞ്ചഹന്നം ഹീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്ന ഒരു ജവാബാണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഞ്ചിൽ ഹലായക്ക്, ഹലക്കുകളെ, സൃഷ്ടികളെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നവരാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞത് ഒരു ജവാബ് ചെല്ലാറുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എന്തല്ല, നരകത്തിൽ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ അല്ലാഹു തആല ആരെയാണോ നരകത്തിൽ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യവിശ്വാസികളോടും ശഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്രകാരം ആർക്കും ശഫാഅത്ത് ചെയ്യാനോ നരകത്തിൽ രക്ഷപ്പെടുത്താനോ സാധ്യമല്ല. ഖുർആൻകാർ വിരോധിച്ചിട്ടുണ്ട്. അത് എപ്രകാരമാണോ നരകത്തിൽ പ്രവേശിക്കാതെ ജീവിക്കാൻ ആവശ്യമായ സന്മാർഗം പ്രബോധനം ചെയ്യുക, ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, ഇഷ്ടമില്ലാത്തവൻ സ്വീകരിക്കേണ്ട, അത് പ്രബോധനം ചെയ്യുക എന്നല്ലാതെ ഒരാൾ സന്മാർഗരാക്കാനോ നരകത്തിൽ രക്ഷപ്പെടുത്താനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാധ്യമല്ല, ഇനി മറ്റാർക്കും സാധ്യമല്ല എന്ന് തീർത്ത് ഉറപ്പിച്ച് പറയുന്ന ഒരു വചനമാണ് ഇത്. അതുകൊണ്ട് നമ്മളിന്ന് വേണം തൗഹീദോട് ജീവിക്കണം. അതാണ് പ്രവാചകന്മാരൊക്കെ തന്നെ ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ ഈ ലോകത്ത് പ്രബോധനം ചെയ്ത് ആരാധനക്കാരൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് അള്ളാഹു മാത്രം ആരാധിക്കുക, അള്ളാഹുഴിയുള്ള ആരാധനകൾ വിട്ടു നിൽക്കുക എന്നാണ്. കാരണം അള്ളാഹുവിന് മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുക, അവന് മാത്രം നേർച്ചകൾ അർപ്പിക്കുക, ഇതൊക്കെ എന്താവുന്നു, ആരാധനകളാവുന്നു. പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ നേർച്ചകൾ അർപ്പിക്കുക, പാപവും തേടുക എന്നൊക്കെ, അതൊക്കെ എന്ത് പാടില്ല, സൃഷ്ടികൾക്ക് അർപ്പിക്കാൻ പാടില്ല. കാരണം സൃഷ്ടികൾ അത്ര വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആകട്ടെ സൃഷ്ടിയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പാപമോചനം തേടാൻ പാടുള്ളതല്ല. എന്ന പോലെ വൈബിയെ നിനക്ക് സഹായപ്രദന ചോദിക്കുവാൻ പാടുള്ളതല്ല, നേർച്ചകൾ അർപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ ആരാധനയാവുന്നു. ഇത് അല്ലാഹു തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആരാധനകൾ അള്ളാഹുള്ളവർക്ക് അർപ്പിച്ചാൽ ശരിക്കും മരണപ്പെട്ടാൽ എന്തല്ല ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദോടുകൂടി എല്ലാ ആരാധനകളും അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിച്ച് നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിലാകുവാൻ നാം ശ്രമിക്കണം. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. ഒരു ഹദീസ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും മിമ്പറിൽ നിന്ന് കേൾക്കാറുണ്ട്. അതിനൊരു അല്പഭാഗം മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാൻ ഹദീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഖുത്ബ പറയേണ്ടത് എന്ന് സംബന്ധിച്ച് പറയുന്ന വിഷയം ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ഖുത്ബകളൊക്കെ പറയുന്നതിന് മുമ്പായി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുക്കേണ്ട നമ്മൾ വിഷയം സംബന്ധമായി ഈ വന്നതാണ്. മയ്ഹിദില്ലാഹു വലാ മുളില്ല ലഹ്. പലപ്പോഴും കേൾക്കാണ്ട് അല്ലാഹു തആല ആരെങ്കിലും സന്മാർഗത്തിലാക്കുകയാണെങ്കിൽ അവനെ വഴിവെപ്പിക്കുന്ന ആരുമില്ല. അവൻ ആരെങ്കിലും വഴിവെപ്പിക്കുകയാണെങ്കിൽ, വഴി തെറ്റിക്കുകയാണെങ്കിൽ ഫലാ ഹാദിയ, സന്മാർഗത്തിൽ ആക്കുന്നുമില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹ്. മൻ യാതൊരുവൻ യഹ്ദില്ലാഹു അല്ലാഹു തആല സന്മാർഗത്തിലാക്കുന്നുവെങ്കിൽ ഫലാ മുദില്ല ലഹ്, അവനെ വഴി തെറ്റിക്കുവാൻ ഒരാളുമില്ല. പിശാചിനെ കൊണ്ട് പോലും അവനെ വഴി തെറ്റിക്കുവാൻ സാധ്യമല്ല. അല്ലാഹു തആല ഒരാൾ സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അവനെ വഴി തെറ്റിക്കുവാൻ ആരാലും സാധ്യമല്ല. അതേ മറിച്ചും അവൻ യുദിലിൽ അല്ലാഹു തആല വല്ലവനെയും വഴിവെക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫലാ ഹാദിയ ലഹ്, അവനെ നാർമാർഗത്തിലാക്കുന്നവനും ഒരുവനുമില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ട ആയത്ത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പം അതുകൊണ്ട്
അള്ളാഹുവിൻ്റെ എന്താണോ മഹത്തായ ഒരു അനുഗ്രഹമാണ് ഒരു മനുഷ്യനെ സന്മാർഗത്തിലാക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അക്കാര്യം ബോധപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും സന്മാർഗം ചോദിച്ചുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ നീ ഞങ്ങൾ നയിക്കണമേ എന്ന പോലെ ഉള്ള ആയത്തുകൾ ഓതുമ്പോഴും ദിക്ർ ദുആകൾ ചൊല്ലുമ്പോഴൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ധാരാളം ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം ചോദിച്ചുകൊണ്ട് വല ദിക്റുല്ലാഹ് അക്ബർ, അള്ളാഹു ധാരാളം ഓർക്കുക, ദിക്ർ ദുആ തസ്ബീഹ് ഒക്കെ ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് എപ്പോഴും സദാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആശയം നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ഹിദായത്തുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി പരിശ്രമിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരും പറയണം. അങ്ങനെയുള്ള കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان عليك البلاغ لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.